സാറേ, ഒരു കാലത്ത് രാജാവും രാജ്ഞിയായിട്ട് തന്നെയാ ഞങ്ങൾ ജീവിച്ചത്. ഇന്നിപ്പോ ക്ഷീണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പഴയ അഭിമാനം അടിയറവ് പറഞ്ഞ് ജീവിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ അവനെ കള്ളനാക്കിയേ അടങ്ങൂ എന്നാണ് സാറിന്റെ തീരുമാനമെങ്കിൽ സാറിന്റെ ജോലി തുടർന്നു. പക്ഷേ സാർ ഒന്ന് മനസ്സിലാക്കിക്കോണം, ആ പഴയ കൊച്ചുപിച്ചാത്തി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഭദ്രമായി എന്റെ തലയണയ്ക്കടിയിൽ വെച്ചിട്ടുണ്ട്. അളമുട്ടിയ ചേരയും കടിക്കുന്ന അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പഴയ വിഷ്ണുവാകാൻ പറഞ്ഞ എന്റെ മോന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്ഷരം പ്രതി അവനതനുസരിക്കും. പഴയതൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിക്കണോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇനി അവൻ അവന്റെ കൊച്ചു പിച്ചാത്തിയുടെ നേരത്തിൽ ഇറങ്ങിയാൽ ഗുണ്ട ആക്ട് പ്രകാരം ഞാൻ അവനെ പിടിച്ചങ്ങ് അകത്തിടും. പുറം ലോകം കാണാത്ത രീതിയിലുള്ള വകുപ്പും ചേർത്തു. പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ മുട്ടിലെറിഞ്ഞ് ലോട്ടറി കച്ചവടം ചെയ്യും. ലോട്ടറി കച്ചവടം ചെയ്തില്ലെങ്കിൽ ചെയ്യിക്കും ഞാൻ. ആ മനോഹരമായ കാഴ്ച തന്തയ്ക്കും തള്ളയ്ക്കും നല്ല കൺകുളിർക്ക കാണുകയും ചെയ്യാം. ഇത്രയൊക്കെ സഹായം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. കേട്ടോ? സർ, ഒന്നും കിട്ടിയില്ല സർ. അവൻ ബുദ്ധിയുള്ളവന് കട്ട മുതലിവിടെ വെക്കില്ലല്ലോ. അവൻ എവിടെ പോയി വിളിച്ചാലും അവനെ പൊക്കോന്ന് പറഞ്ഞേക്ക്. മര്യാദയ്ക്ക് വന്ന് സറണ്ടറായാൽ അവന് കൊള്ളാം. ഇല്ലെങ്കിൽ പേറ്റ തള്ള പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവനൊരു പ്ലാസ്റ്റിക് സർജറി മുഷ്ടി കൊണ്ട് തിളച്ച് നിൽക്കുക. ഞാൻ കിട്ടിയ അവന്റെ കുരവള്ളി ഞാൻ പൊട്ടിക്കും. പാടോ. രാഘവേട്ട, എന്തൊക്കെയാ രാഘവേട്ട ഇവിടെ നടക്കുന്നത്? നമുക്ക് നമ്മുടെ മകനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? കല്ലുതുള്ളിയാണല്ലോ ആ പോലീസുകാരൻ പോയിരിക്കുന്നത്. ഇപ്പോഴെങ്ങനെ വിഷ്ണു കുഞ്ഞിനെ കയ്യെ കിട്ടിയ അയാൾ കൊന്നുകളയും. ഒന്നോർത്ത അവനിപ്പോ ഇവിടെ ഇല്ലാത്ത നന്നായി. അതിന്റെ ദേഷ്യ ചന്ദ്രബോസ് കാണിച്ചിട്ട് പോയതേ. അവൻ വരാതെ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ആവില്ലല്ലോ. എന്റെ കൃഷ്ണ, എത്ര വലിയ പ്രതിസന്ധിയും തരണം ചെയ്യുന്നവനല്ലേ അങ്ങ്. ഞങ്ങളെ ഒന്ന് ഇതിന്ന് കരകയറ്റി തരുമോ?